അങ്ങനെ എല്ലാവർക്കും നിനക്ക് വിജയിക്കാൻ പറ്റും? എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിതുവിനോ അല്ലെങ്കിൽ ജിഷാദിനോ ഒക്കെ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെയാണ് പൊതുവെ ആളുകളുടെ ഒരു തോട്ട് പ്രോസസ് ഉള്ളത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്, അവരെ കൊണ്ട് അത് നേടാൻ സാധിക്കും. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അപ്പോഴും പലരുടെയും ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ചാളുകൾക്ക് മാത്രം ഇങ്ങനെ പറ്റുന്ന പരിപാടിയാണ്. സാർ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന നമ്മളുടെ സക്സസ് പോയിന്റ് ആണ്. നമ്മളുടെ ഒരു ഓർഗനൈസേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നിരവധി ആളുകൾ നമ്മളുടെ ഓർഗനൈസേഷൻ, തൗസൻഡ്സ് ഓഫ് മെമ്പേഴ്സ് പല സ്റ്റേറ്റുകളിലായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8-ലധികം സ്റ്റേറ്റിൽ നമ്മുടെ നെറ്റ്വർക്ക് വളരെ ലൈവാണ്. ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ പറയുന്നത് ഇതിന് സാധിക്കും, അല്ലെങ്കിൽ ഇത് ഇന്നയാൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ തുടക്കമാണ്, ഇനി ഒരുപാട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള സമൂഹത്തിൽ അപ്പൊ ശരിക്കും അതൊരു വലിയ ചലഞ്ചല്ലേ? തീർച്ചയായിട്ടും. സാർ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞോട്ടെ ചെറിയ രീതിയിൽ. കാരണം ഞാൻ സാറിന് നമുക്കറിയാം, നമ്മളെന്ന് പറയാലോ, നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് കേരളത്തില് മോദിക്കാരന്റെ ഷോപ്സ് എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് 2 ഷോപ്പാണ്. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒന്ന് കണ്ണൂരിലും ഒന്ന് എറണാകുളത്തെ ഷോപ്പുള്ള സമയത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് കോയമ്പത്തൂരൊക്കെ പോയിട്ടാണ് പ്രൊഡക്ട്സ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് 2 ഷോപ്പുകള്, ആളുകൾക്ക് പ്രൊഡക്ട്സ് എവിടെ കിട്ടുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 156 കിലോമീറ്റർ കണ്ണൂരിലേക്കും 222 കിലോമീറ്റർ എറണാകുളത്തേക്കും ചൂണ്ടിക്കാണിക്കുന്ന അവസരമായിരുന്നു. ഇന്നത് 450 ഷോപ്പുകളായി. അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് അല്ല ഇത്. ഒരുപാട് നാളുകൾ എടുത്തുണ്ടാക്കിയത്. 8 വർഷം എനിക്ക് തന്നെ പേഴ്സണലി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നു, നമ്മൾ വരുമ്പോൾ 2 ഷോപ്പ്. ഈ സമയത്ത് ഞങ്ങൾ പ്രൊഡക്ട്സ് എടുത്ത് കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കുമ്പോൾ പുച്ഛം, അന്ന് ഷോപ്പ് സാധനം മേടിക്കാൻ അവൈലബിലിറ്റി ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട്. കാരണം ബിഗിനിങ് സ്റ്റേജ് അത് ആളുകൾക്ക് അറിയില്ല. ആളുകൾ ഇപ്പൊ കാണുന്നത് നമ്മുടെ മെർസിഡസ് ബെൻസ് എടുത്തു, അല്ലെങ്കിൽ സാർ BMW എടുത്തതാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള പെയിൻ ഇവർ കാണുന്നില്ല. നമ്മൾ ആ പെയിൻ എടുത്ത ആളുകളാണ്. ആ പെയിനാണ് നമ്മളെ ഈ ഫീൽഡിൽ സക്സസിൽ എത്തിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ വരുന്ന ആളുകൾക്ക് അതിന്റെ 1000-1 പെയിൻ ഇല്ല. അന്നത്തെ ബിസിനസ്സും ഇന്നത്തെ ബിസിനസ്സും ഒരുപാട് വ്യത്യാസം. അന്ന് റിസോഴ്സസ് വളരെ കുറവാണ്. റിസോഴ്സസ് ഇഷ്ടം പോലെയാണ്. അതായത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, എന്നാലും ഇത് ഈ പറഞ്ഞ കുറച്ച് ആളുകൾക്ക് പറ്റുന്ന പണിയല്ലേ? അങ്ങനെയാണ്? ഒരിക്കലും അല്ല, എല്ലാവർക്കും പറ്റുന്ന പണിയാണ്. പക്ഷെ ഇതിനെ കുറച്ചും കൂടി വിശാലമായിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം ആളുകൾ മറ്റുള്ള ഈ പറയുന്ന ഇതിനകത്ത് പരാജയപ്പെട്ട കുറെ ആളുകളുണ്ട്. അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. ബിക്കോസ് അതൊരു ഈ MLM ഇൻഡസ്ട്രീന്റെ ഒരു ശവമാണ്, അല്ലെങ്കിൽ അതിൽ കുറച്ച് പേരെ വിജയിക്കുന്ന ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ് ആളുകളുടെ ഉള്ളിലുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ വരുമ്പം യഥാർത്ഥ MLM കമ്പനി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ആളുകൾ അപ്പുറത്തെ വീട്ടിൽ ശശി കാർ എടുത്തു, അപ്പുറത്തെ വീട്ടിൽ ബിജു കാർ എടുത്തു, അതുകൊണ്ട് എനിക്കും കാർ കിട്ടും എന്നൊരു കോൺസെപ്റ്റാണ്. ആരും പഠിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ പഠിച്ചു എന്താണ് യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ്. ഇപ്പൊ 100-ലധികം വർഷങ്ങളായി 100-ലധികം രാജ്യങ്ങളിലുള്ള ഒരു പ്രൂവൺ സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ്. നമ്മളത് മനസ്സിലാക്കിയ ആളുകളാണ്. ഞാൻ പറയുന്നത്, വിജയിച്ച ആളുകളോട് ചോദിച്ച് അതിന്റെ അറിവ് നേടാൻ ഈ നമ്മൾ പറയുന്ന പുറത്ത് നിൽക്കുന്ന ആളുകൾ ശ്രമിച്ചാൽ, ഞാൻ പറയുന്നു, ഡെഫിനറ്റ്ലി അവർക്ക് വിജയിക്കാൻ സാധിക്കും. കാരണം പരാജിതരോടല്ല ചോദിക്കേണ്ടത്, വിജയിച്ച നമ്മളോട് ചോദിക്കണം എന്താണ് സീക്രട്ട്. തീർച്ചയായിട്ടും. നേരത്തെ രജിത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് പെയിൻ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അത് ഈ ബിസിനസ്സിന് മാത്രമല്ല, എനി ബിസിനസ്. കാരണം ഇന്ന് അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത്രയധികം റിസോഴ്സസ് ഉണ്ട്, ടെക്നോളജി ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തു, ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. പക്ഷെ വിജയിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പൊ ജിതു ഒരു പോയിന്റ് പറഞ്ഞു, പക്ഷെ ഞാൻ അതിനെ കൺക്ലൂഡ് ചെയ്യാണ്. ദോസ് ഹു റെഡി ടു ആക്സെപ്റ്റ് ദ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പെയിനെ നമ്മൾ ശരിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. നല്ല പെയിൻ ഉണ്ട് തീർച്ചയായിട്ടും. ഈ ബിസിനസ് എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. ഈസി അല്ല, ഒട്ടും ഈസി അല്ല. കാരണം പലപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കാണുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ ശരിക്കും നല്ല പെയിൻ ഉണ്ട്. അപ്പൊ ആ പെയിൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് തീർച്ചയായിട്ടും. അല്ലെ? ശരിയല്ലേ? തീർച്ചയായിട്ടും. എന്റെ തോന്നുന്നത് അത് 100%. എനിക്കറിയാം, ബിഗിനിങ് സ്റ്റേജിലൊക്കെ വിജീഷും ജിതുവും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് മീൻസ് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, മെന്റലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇമോഷണലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പേഴ്സണലി ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫ്രസ്ട്രേഷനിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള പെയിൻ, അതായത് ഇത് എളുപ്പമല്ല, ഇത് ഇട്ടിട്ട് പോയാൽ മതി, അതായത് ഇത് ശരിയാവില്ല, എന്നൊക്കെ ജോലിക്ക് പോവാം, ഇത് എളുപ്പമല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അപാരമായ പെയിൻ ഉണ്ട്. ഞാൻ അതിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. ബിക്കോസ് ഞാനും ദിനേശൊക്കെ ബിസിനസ് 2013 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന്
ശ്വാസം വിട്ടത്. അപ്പൊ ആ ഒരു പെയിൻ ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ ആക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. അതിന് പകരം ആളുകൾക്ക് കോംപ്രമൈസ് ചെയ്യാനാണ് ഇഷ്ടം. ഈസി മണി. ഈസി മണി മാത്രമല്ല, കോംപ്രമൈസ് ചെയ്യാനാണ് ഇഷ്ടം. അതായത് പെയിനേക്കാൾ അപ്പുറത്ത് പെയിൻ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രോണറി ആയിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഓർഡിനറി തിങ്കിങ് ഒരു മൈൻഡ് സെറ്റിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പെയിൻ എന്ത് ചെയ്യും, അവർ അവോയ്ഡ് ചെയ്യും. കോംപ്രമൈസ് ചെയ്യും. പെയിൻ അവോയ്ഡ് ചെയ്യും. പെയിൻ അവോയ്ഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഡ്രീം അച്ചീവ് ചെയ്ത ആളുകളൊക്കെ പെയിൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. നോ പെയിൻ നോ ഗെയിൻ. അത് പറയാനൊക്കെ എളുപ്പമാണ്. അത് ഭയങ്കര റിസ്ക് ആണ് സംഭവം. പെയിൻ നോ ഗെയിൻ എന്നൊക്കെ പറയാൻ, പക്ഷെ അത് ആ പെയിൻ വരുമ്പോഴാണ് അത് സുഖം അറിയുള്ളൂ. അത്ര സുഖമുള്ള സംഭവമല്ല.